വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. സദഖല്ലാഹു മൗലാനൽ അദീം വസദഖ വസദ്ദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീനശ് ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സൂറത്തുൽ വാഖിയ പരിസമാപ്തി കുറിക്കാൻ പോവുകയാണ്. വിവിധ വിഷയങ്ങളിലായി സൂറത്തുൽ വാഖിയയെ, അതിൻ്റെ വചനങ്ങളെ നാം അപഗ്രഥിക്കുകയായിരുന്നു. ഒന്നും മാനത്തേക്കു നോക്കിയുള്ള വ്യാഖ്യാനമല്ല. കഴിഞ്ഞകാല മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അവരെഴുതി വച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാര് നമ്മെ പരിചയപ്പെടുത്തിയ സംഭവങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ നാം ഇതുവരെ സൂറത്തുൽ വാഖിയയിലെ ആയത്തുകളെ നോക്കിക്കണ്ടു. ഇന്ന് പുതിയ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാം തന്ന റബ്ബിനോട് നന്ദി കെട്ട മനുഷ്യൻ. എല്ലാം തന്ന റബ്ബിനോട് നന്ദി കെട്ട മനുഷ്യൻ, ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. റബ്ബിനോട് നന്ദി കെട്ട ജനത. മനുഷ്യൻ പാടെ നന്ദി കെട്ടിരിക്കുന്നു. നന്ദികേടിന്റെ ചിത്രങ്ങളാണ് മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും. ഓരോരുത്തരും അവനവനെ ശരിക്കൊന്ന് ഒരു ചെറിയ പരിശോധന നടത്തിയാൽ, എന്റെ കഥ എന്താണ് എന്ന് ഓരോരുത്തരും അവനവന്റെ നഫ്സിനെ കുറിച്ചൊരു പരിശോധന നടത്തിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ്, തീർച്ചയായിട്ടും എല്ലാ നിലക്കും ഞാൻ പരാജയത്തിലാണുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പരാജയത്തിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മനസ്സാ വാചാ കർമ്മന എല്ലാ നിലക്കും പടച്ച റബ്ബിനോട് നന്ദി കെട്ട ഒരു ജനതയുടെ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. അത് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിലെ ആയത്തുകൾ ചർച്ചാ വിഷയമാക്കിയതിന്റെ ശേഷം നമുക്ക് പതുക്കെ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കയറി വരാം. സൂറത്തുകളിലെ ആയത്തുകൾ ഓരോന്നായി ചർച്ച ചെയ്തതിന്റെ ശേഷം ഫലൗലാ തഷ്കുറൂൻ എന്ന് പടച്ച റബ്ബ് ചോദിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം തന്നത് ഞാനാണ്, ഞാൻ തന്നതല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എന്നിട്ടും എന്തേ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കാത്തത് എന്നൊരു ചോദ്യം. അതിന് അല്ലാഹു ആദ്യം കുറെ കാര്യങ്ങൾ ഇങ്ങനെ സമർത്ഥിക്കുകയാണ്. ആദ്യം, നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ്, നിങ്ങൾക്ക് വെള്ളം തരുന്നത് ഞാനാണ്, നിങ്ങൾക്ക് ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ പാചകം ചെയ്യാനുള്ള തീ നൽകിയത് ഞാനാണ്, എന്നിട്ടും എന്തേ നിങ്ങൾ പാഠം പഠിക്കാത്തത്? എന്നിട്ടും എന്തേ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തത്? എന്നിട്ടും എന്തേ നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ തയ്യാറാവാത്തത്? എന്നിട്ടും എന്തേ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കാൻ തയ്യാറാവാത്തത്? ഈ ചോദ്യങ്ങളാണ് അല്ലാഹു തആല ഇതിലൂടെ ചോദിച്ചിടുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ബോധ്യപ്പെടുന്ന ചോദ്യങ്ങളാണ് അല്ലാഹു തആല നടത്തുന്നത്. ഈ വിഷയവും കഴിഞ്ഞുപോയ ആയത്തുകളും തമ്മിലുള്ള ബന്ധം അതാദ്യം ഒന്ന് പറഞ്ഞ് ആ ആയത്തിലേക്ക് കടക്കലാണ് സുഖകരം. എന്തുകൊണ്ട്? പലപ്പോഴും ഖുർആനിലെ ആയത്തുകൾ, ഒരായത്ത് പ്രത്യേകിച്ച് സൂറത്തുൻ നിസാ പോലെയുള്ള അധ്യായങ്ങളൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും, എന്താണിത് പരസ്പരം ഒരു ബന്ധം കൊടുക്കാത്തത് എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോയേക്കാം. പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ തോന്നിപ്പോയേക്കാം. സംഗതിയോ ഖുർആനിനോളം ബന്ധമുള്ള ഒരു ഗ്രന്ഥം, ഖുർആനിന്റെ ഒരായത്തിനോട് തട്ടി നിൽക്കുന്നത്, അത് ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരായത്ത് മറ്റൊരായത്തിനോട് യഥാർത്ഥത്തിൽ ഇങ്ങനെ കൊളുത്തിവെച്ച അവസ്ഥയാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരായത്ത്, ആ ആയത്തിന്റെ ബാക്കിയായിരിക്കും അടുത്ത ആയത്ത്.
ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളെയും കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് സൂറത്തുൻ നിസാ ഒക്കെ ഓതുമ്പോൾ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് അങ്ങ് മാറുന്നു. ആ വിഷയവും ഈ വിഷയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഖുർആൻ പരസ്പര പൊരുത്തമില്ലാത്ത വചനങ്ങളാണ് എന്ന് ഖുർആനിനെ വിമർശിക്കുന്നവർ എഴുതി കാണുന്നത്. ഒരിക്കലും ശരിയല്ല. ഖുർആനിനെ വിമർശിക്കാൻ ഇങ്ങനെ ചില അല്പന്മാർ തയ്യാറായിട്ടുണ്ട്. ആനന്ദ് സാറിനെ പോലെയുള്ള പല ആളുകളും തയ്യാറായിട്ടുണ്ട്. അവർക്ക് എന്താണ് ഒരു സാഹിത്യകാരന്റെ ഭാഷ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഖുർആനിനെ വായിക്കണമെങ്കിൽ ഖുർആനിന്റെ നിലവാരത്തിൽ നിന്നു തന്നെ അതിനെ വായിച്ചെങ്കിലേ ഖുർആനിനെ മനസ്സിലാക്കാൻ കഴിയൂ. അത് വായിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ പരാജയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആനന്ദ് ഇസ്ലാമിനെ സമർപ്പിക്കുന്നത്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് ഒരു വേട്ടക്കാരന്റെ പക്ഷത്താണ്. വേട്ടക്കാരനും വിരുന്നുകാരനും എന്ന് പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് വിരുന്നുകാരനും വേട്ടക്കാരനും ഒരു വേട്ടക്കാരന്റെ പക്ഷത്താണ് അദ്ദേഹം ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്, ഖുർആനിനെ പരിചയപ്പെടുത്തിയതും. വേട്ടക്കാരന്റെ പക്ഷത്താണ് ഖുർആൻ എപ്പോഴും ഉള്ളത്. ഇരയുടെ പക്ഷത്ത് ഒരിക്കലും ഖുർആനിൽ നിൽക്കാൻ കഴിയുന്നില്ലെന്ന് അയാൾ പറഞ്ഞു. അയാൾ ഖുർആൻ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. വായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വായിച്ചത് ആരോ എഴുതിയ പരിഭാഷകളാണ് അദ്ദേഹം വായിച്ചത്. അദ്ദേഹത്തിന് ഒരിക്കലും അറബി ഭാഷ തിരിയാത്തത് കൊണ്ടാണ് അദ്ദേഹം അത്രയും വലിയ അബദ്ധം പുലമ്പാനുള്ള കാരണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലൂടെ വ്യഭിചാരത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ചൂതാട്ടത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, അഴിമതിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. മുഹമ്മദുൻ നബിക്ക് ഒരേ ഒരു കാര്യം ഖുർആനിലൂടെ പറയാനുള്ളൂ: എന്നെ വിശ്വസിക്കണം, എന്നെ അവിശ്വസിച്ചവർക്ക് നരകമാണ്. ഇതാണ് ഇയാൾ കാര്യമായിട്ടൊരു പരാതിയായി ഉന്നയിക്കുന്നത്. എന്നെ അവിശ്വസിച്ചവർക്ക് അവർക്ക് നരകം. വൈലു യൗമൈദിൻ ലിൽ മുകദ്ദിബീൻ. എപ്പോഴും ഇതാ എന്നെ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കാഞ്ഞാൽ ഭയങ്കര അപകടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വിഷയം അറിയാതെ ആ വിഷയത്തെ ഗണ്ണിക്കുമ്പോഴുള്ള അവസ്ഥയാണത്. ഖുർആനിനെ മനസ്സിലാക്കാൻ അയാൾക്ക് സാധിച്ചില്ല. ഖുർആൻ വ്യഭിചാരത്തിനെതിരെ പറഞ്ഞിട്ടില്ലേ? ഖുർആൻ അഴിമതിക്കെതിരെ പറഞ്ഞിട്ടില്ലേ? ഖുർആൻ ഇങ്ങനെയുള്ള ചൂതാട്ടത്തിനെതിരെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? സാമ്പത്തിക ചൂഷണങ്ങളെ മുഴുവനും, അതുപോലെ തന്നെ സാമൂഹ്യ തിന്മകളെ മുഴുവനും എല്ലാറ്റിനെയും ഖുർആൻ സമീപിച്ചിട്ടുണ്ട്. ഒന്നും ഖുർആൻ വിട്ടുപോയിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എത്ര ഡസൻ കണക്കിന് ആയത്തുകൾ ഈ വിഷയ സംബന്ധമായിട്ടൊക്കെ ഓതാൻ കഴിയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ അള്ളാഹുവിനെയും വിശ്വസിക്കണം എന്ന് ഇടക്കിടക്ക് പറയുന്നത്, ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അത് യഥാർത്ഥത്തിൽ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ തിയറി പറയുന്ന ഒരാളല്ല. നബി എന്ത് പറയുന്നു അത് ജീവിതത്തിൽ പകർത്തി കാണിക്കുന്നയാളാണ്. നബി തങ്ങളെ വിശ്വസിക്കുക, നബി തങ്ങളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഒരു പരിശുദ്ധനാവുക എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചേ പറ്റൂ, വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ലോകത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഗുണങ്ങളും, അതും ഓരോ കാലഘട്ടത്തിലേക്ക് അനുയോജ്യമായ പ്രവാചകന്മാരെ അയച്ചു. സർവ കാലഘട്ടത്തേക്കും പറ്റുന്ന രൂപത്തിൽ, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളെ നയിക്കാൻ പറ്റുന്ന രൂപത്തിൽ പൂർണ്ണ മനുഷ്യരായിട്ട്, സമ്പൂർണ്ണ മനുഷ്യരായിട്ടാണ് എല്ലാവരുടെ ഗുണങ്ങളും ഒത്തിണങ്ങിയ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ മുഴുവൻ ഗുണങ്ങളും, അത് മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ ഒത്തിണങ്ങിയിട്ടുണ്ട്. ഫബിഹുദാഹു മുഖ്തദിഹ്. കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ മുഴുവൻ സ്വഭാവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കപ്പെടണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് സ്വാംശീകരിക്കപ്പെട്ട മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ആ റസൂലുള്ളാഹിനെ അംഗീകരിക്കണം, റസൂലുള്ളാഹിനെ പിന്തുടരണം, റസൂലുള്ളാഹിനെ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പലർക്കും ആ ജീവിതം എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ അത് മാത്രമല്ല, ആനന്ദിന്റെ വിമർശനം വായിക്കുമ്പോൾ സമയമല്ല എനിക്ക് അതേക്കുറിച്ച് പറയാൻ. ഒറ്റ വാക്ക് ഞാൻ പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇസ്ലാം എപ്പോഴും നിൽക്കുന്നത്, ഖുർആൻ എപ്പോഴും നിൽക്കുന്നത് വേട്ടക്കാരന്റെ പക്ഷത്താണ്. ഇരയുടെ പക്ഷത്ത് നിന്ന് ഇരക്കു വേണ്ടി ശബ്ദിക്കുന്ന ഒരു ചുറ്റുപാടില്ല. എന്നാൽ ആനന്ദിന്റെ ഖുർആൻ വിമർശനം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമുണ്ട്. ആനന്ദ് വേട്ടക്കാരന്റെ പക്ഷത്തുമല്ല, ഇരയുടെ പക്ഷത്തുമല്ല, സാക്ഷാൽ വേട്ടക്കാരനാണ് ആനന്ദ് സാർ.
സാക്ഷാൽ വേട്ടക്കാരനാണ്. അങ്ങനെ വേണം അദ്ദേഹത്തെ കുറിച്ച് പറയാൻ. ഏതാവട്ടെ, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. നമുക്കിപ്പോൾ അതിന് മറുപടി പറയാൻ വിശാലമായ സമയമില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഓരോ വരികളെയും ഗണ്ണിച്ചുകൊണ്ട് മറുപടി പറയേണ്ട വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. ഖുർആനിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരക്കുറവ് കൊണ്ട് മാത്രമാണ് ഖുർആനിനെ അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. അള്ളാഹുവാണ് നിങ്ങൾക്കെല്ലാം നൽകിയത്, പടച്ചറബ്. അപ്പൊ ഈ ആയത്തും മുമ്പത്തെ ആയത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതെന്താ? പരലോകത്ത് വരാൻ പോകുന്ന കഥ ഇതാണെങ്കിൽ, ഈ നരകമുണ്ട്, ഈ സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ 4 നാളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗവും ഇന്നലെ നാം കേട്ടു വല്ലാതെ ഭയപ്പെട്ടു പോയ നരകവും ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ മരിച്ചിട്ട് പിന്നെ ഒരു മടക്കം വേണ്ടേ? ഇതുണ്ടാവണമെങ്കിൽ എന്നാ എപ്പോഴാണ് ആ മടക്കം? പുനരുത്ഥാനം. അത് നിഷേധിക്കുന്നവനാ മനുഷ്യൻ. ആ പുനരുത്ഥാനമുണ്ടെന്ന് സ്ഥാപിക്കലാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. വരികൾക്കിടയിൽ അത് സ്ഥാപിക്കലാണ്. കാരണം എന്തുകൊണ്ട്? നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, നിങ്ങളെ മരിപ്പിക്കുന്നത് ഞാനാണ്. സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഞാൻ വേണമെന്ന് വെക്കുമ്പോ മരിപ്പിക്കാൻ കഴിയുന്ന എനിക്ക് നിങ്ങളെ വേണമെന്ന് വെക്കുമ്പോ രണ്ടാമതൊന്ന് പുനരെഴുന്നേൽപ്പിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര വലിയ മണ്ടന്മാരാണ്. അള്ളാഹു വരികൾക്കിടയിലൂടെ ഇനി ചോദിക്കാൻ പോകുന്നത് അതാണ് മുമ്പത്തെ ആയത്തുമായി തമ്മിലുള്ള ബന്ധം. ഇനി ഇതൊക്കെ കേട്ടില്ലെങ്കിൽ എന്താ? ഇതൊക്കെ ഇപ്പൊ തൽക്കാലം കേട്ടില്ലെങ്കിൽ എന്താ? ആരാ ഈ വാക്കുകളൊക്കെ പറയുന്നത്? ഈ സ്വർഗം നരകമൊക്കെ പറയുന്നത് ആരാ? നീ വ്യഭിചരിക്കല്ല, നീ സ്വവർഗരതിയുമായി ബന്ധപ്പെടല്ല, ഇതൊക്കെ ആരാ പറയുന്നത്? ആര് പറയുന്നു എന്നത് ഒരു ചോദ്യമാണ്. അള്ളാഹു പറയുന്നു, മറ്റാരുമല്ല പറയുന്നത്. വേറെ ആരോ പറയുകയാണെങ്കിൽ നിനക്ക് തട്ടിക്കളയാമായിരുന്നു. ഞാൻ കേട്ടില്ല എന്ന് വെക്കായിരുന്നു, ഞാൻ കണ്ടില്ല എന്ന് വെക്കായിരുന്നു, എനിക്ക് നിന്നെ അംഗീകരിക്കാൻ സൗകര്യമില്ല എന്ന് പറയാമായിരുന്നു. നീ പറഞ്ഞതിലപ്പുറം എന്റെ ജീവിതത്തിലേക്ക് ഫിറ്റായ തിയറികൾ എനിക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെന്നൊരു ബുദ്ധിമാന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നുമല്ല. ഈ വാക്കുകൾ പറയുന്നത് ഒരു മനുഷ്യനല്ല, നിങ്ങളെ സൃഷ്ടിച്ച തമ്പുരാനാണ് ഇത് പറയുന്നത്. സ്രഷ്ടാവിന്റെ വാക്കാണ് ഒരു സൃഷ്ടി എടുക്കേണ്ടത്. ഒരു സൃഷ്ടിക്ക് എന്താണ് ഗുണമെന്ന് അതിന്റെ സൃഷ്ടാവിനെ അറിയാം. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച കമ്പനിക്കാർ, ചെറിയ ഉദാഹരണം പറയാം, ഒരു മിക്സി ഇതുണ്ടാക്കിയ കമ്പനി, ആ കമ്പനി പറയണം അതിൽ എത്ര ലോഡ് താങ്ങും, എത്ര ലോഡ് അടിക്കാൻ പറ്റും എന്നൊക്കെ ആ കമ്പനിയാ പറയേണ്ടത്. ഒരു വാഹനം, ആ വാഹനത്തിൽ എത്ര പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അതിന്റെ ഉൽപാദകർക്കാണ് അറിയുക. അവരാണത് പറയേണ്ടത്, അവരെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ എന്റെ വണ്ടി ഉണ്ടാക്കിയത് അവരാണെങ്കിലും അവരിത്ര പേരെ ഇതിൽ ഇത്ര ലോഡ് ഇതിൽ കയറ്റാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനൊന്ന് കയറ്റി നോക്കട്ടെ എന്താ വരിക, അത് അപകടമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നീ പാല് കുടിച്ചോ എന്ന് റബ്ബ് പറയുന്നു, കള്ളു കുടിക്കല്ല എന്ന് പറയുന്നു. എന്താ അപ്പൊ കള്ളു കുടിച്ചാൽ? ചോദിക്കല്ല. നിന്നെ സൃഷ്ടിച്ച റബ്ബ് അവനറിയാം മദ്യപാനം നിന്റെ ആരോഗ്യത്തിന് കേടാണെന്ന്, നിന്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുമെന്നറിയാം. അതുകൊണ്ട് അവൻ പറഞ്ഞു ഇന്നത് കുടിക്കല്ല, ഇന്നത് കുടിച്ചോ. അപ്പൊ റബ്ബേതാ കുടിക്കാൻ പറഞ്ഞ അത് കുടിക്കുക, റബ്ബേതാ വേണ്ടാന്ന് പറഞ്ഞത് അത് ഒഴിവാക്കുക. റബ്ബ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്, ഏത് കാര്യമാണോ റബ്ബ് ഇഫ്അൽ ചെയ്തോ എന്ന് പറഞ്ഞത് അതങ്ങനെ, ലാ തഫ്അൽ അരുത് എന്ന് പറഞ്ഞത് അത് ചെയ്യരുത്. അതാണ് ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ലക്ഷണം. സൃഷ്ടിച്ചയാൾ, അതുണ്ടാക്കിയ ആൾ പറയുന്നതാണ് യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ ബോഡി ഉണ്ടാക്കിയ റബ്ബ് ആ ബോഡി കൊണ്ട് എന്തൊക്കെ ചെയ്യണം, ആ ബോഡി എന്തൊക്കെ ഭക്ഷിക്കണം, ഇതൊക്കെ അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞു തന്നു. അതാണ് ശരിക്കവൻ പ്രവർത്തിക്കേണ്ടത്. അതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അല്ലാഹു തആല പറഞ്ഞത്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അല്ലാഹു പറഞ്ഞു അറിയുക, യഅലമു മൻ ഖലഖ, സൃഷ്ടികർമ്മം നടത്തിയവനല്ലേ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നവൻ. അലാ അറിയുക, യഅലമു മൻ ഖലഖ, സൃഷ്ടികർമ്മം നടത്തിയ റബ്ബാണ് കേട്ടോ കാര്യങ്ങൾ അറിയുന്നവൻ. വഹുവൽ ലതീഫുൽ ഖബീർ, അവൻ എല്ലാറ്റിന്റെയും നിജസ്ഥിതി അറിയുന്നവനാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉള്ളറകൾ അറിയുന്നവനാണ് തമ്പുരാൻ. വഹുവൽ ലതീഫുൽ ഖബീർ,
അതുകൊണ്ട് സൃഷ്ടികൾ അവന്റെ വാക്കാ കേൾക്കേണ്ടത്, അവൻ പറഞ്ഞതാ കേൾക്കേണ്ടത്. അതുകൊണ്ടാണ് ലോകത്താദ്യമായി മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയ പ്രഥമ പഞ്ചവചനങ്ങളിൽ ഒന്നാമത്തെ വാക്കിതാണ് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടികർമ്മം നടത്തിയവന്റെ നാമത്തിലാ നീ വായിക്കേണ്ടത്. ആര് പറഞ്ഞതാ നീ വായിക്കേണ്ടത്? ആര് പറഞ്ഞതാ നീ കേൾക്കേണ്ടത്? സൃഷ്ടിച്ചവൻ പറഞ്ഞതാ കേൾക്കേണ്ടത് എന്ന് ആദ്യമായി ഇറങ്ങിയ വചനത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖ് സൃഷ്ടിച്ചവൻ, സൃഷ്ടിച്ച റബ്ബ് അവൻ പറഞ്ഞതാ നീ കേൾക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ. നമ്മളാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നഹ്നു ഖലഖ്നാകും, അല്ലാഹു പറയുന്നു നമ്മളാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അള്ളാഹു ചോദിക്കാം. സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ ശബ്ദമാണ് ഇത്രയും പറഞ്ഞത്. ഈ നരകത്തിന്റെ ഗൗരവം കേട്ടിട്ട് നിങ്ങൾക്കെന്താ ഉൾക്കൊള്ളാനൊരു പ്രയാസം? നിങ്ങൾക്കെന്താ വിശ്വസിക്കാനൊരു പ്രയാസം? ഞാനല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്? നഹ്നു ഖലഖ്നാകും, നമ്മളാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഫലൗലാ തുസദ്ദിഖൂൻ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? നിങ്ങൾ നമ്മെ വാസ്തവമാക്കുന്നില്ല. അപ്പൊ അല്ലാഹു തആല എങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞതിനൊക്കെ ഒരു മടക്കം വേണ്ടേ എന്ന് ഇത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. മടക്കം വേണ്ടേ, ഒരു പുനരുത്ഥാനം? അതില്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക? ആ കാര്യത്തിൽ നീ ടെൻഷൻ ആവണ്ട. സൃഷ്ടിച്ച റബ്ബിന് നിന്നെ തിരിച്ചു സൃഷ്ടിക്കാനും കഴിയും. ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കിയവൻ അവന് രണ്ടാമത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറപ്പല്ലേ? മിസാലില്ലാതെ, മോഡലില്ലാതെ ആദ്യമായിട്ട് അല്ലാഹു തആല ഒരു സാധനം ഉണ്ടാക്കി. മോഡലില്ലാതെ ഒരു സാധനം അല്ലാഹു തആല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ മോഡലോടുകൂടി ആ സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ, മോഡൽ ഉള്ള സാധനം നശിച്ചതിന് ശേഷം പിന്നെ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് എത്ര എളുപ്പാ. ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് ആ പ്രയാസം. അത് ആദ്യമായിട്ട് സൃഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് ഉണ്ടാക്കി തരാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു അതേ ഭാഷയിൽ തന്നെ പറഞ്ഞത് കാണാം. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. മനുഷ്യൻ ചോദിക്കുകയാണ്, അഹങ്കാരം മൂത്ത് നിരീശ്വരവാദിയായി യുക്തിവാദിയായി ആ റബ്ബ് ചോദിക്കാൻ, അവനെ സൃഷ്ടിച്ചത് ഞാനാണ്, അവന് ഭക്ഷണം നൽകിയത് ഞാനാണ്, വെള്ളം നൽകിയത് ഞാനാണ്, ഒക്കെ കൊടുത്തത് ഞാനാ. എന്നിട്ടിപ്പോ സ്വന്തം കാലിൽ നിൽക്കാനായപ്പോ അവൻ എന്നോട് ചോദിക്കാം, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. മൻ യുഹ്യിൽ ഇളാം, ആരാണ് അസ്ഥികൂടങ്ങളെ ഹയാത്താക്കുക? ആരാണ് എല്ലുകളെ ഹയാത്താക്കുക എന്നാ ഇവൻ ചോദിക്കുന്നത്. വഹിയ റമീം, ആ എല്ലുകൾ നുരുമ്പിപ്പോയതിന്റെ ശേഷം, എല്ലുകളടക്കം നുരുമ്പിപ്പോയതിന്റെ ശേഷം ഈ മനുഷ്യനെ പിന്നെ ആരാ പുനരുത്ഥാനം നൽകുന്നത് എന്നിവർ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന എന്റെ നേരെ ഈ ചോദ്യം ചോദിച്ച് ഇവർ കൊഞ്ഞനം കുത്തുന്നു. അല്ലാഹു പറയുന്നു, ഖുൽ, നബിയെ നിങ്ങൾ അവരോട് പറയണം, ആരാണ് നുരുമ്പിപ്പോയ എല്ലുകളെ ഹയാത്താക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവരോട് പറയണം, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ. യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ. ആദ്യമായി ആ എല്ലുകളെ ഉണ്ടാക്കിയവൻ അതിനെ തിരിച്ചു സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ പറയുക. ആദ്യ തവണ അവ്വല മറ, ആദ്യ തവണ അതിനെ ഉണ്ടാക്കിയവനുണ്ടല്ലോ അവൻ യുഹ്യീഹ, ആ നുരുമ്പിപ്പോയ എല്ലുകളെ ഹയാത്താക്കും. ധൈര്യമായിട്ട് പറഞ്ഞേക്ക്. ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അവൻ എല്ലാത്തരം സൃഷ്ടിപ്പും അറിയുന്നവനാണ്. എല്ലാത്തരം സൃഷ്ടിപ്പും റബ്ബിനറിയാം. മോഡൽ ഇല്ലാതെ എങ്ങനെയാ പടക്കുക, മോഡൽ ഉണ്ടായിട്ട് എങ്ങനെയാ പടക്കുക, ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തി ആകാശത്ത് എങ്ങനെയാ മനുഷ്യനെ ജീവിപ്പിക്കുക, എല്ലാം അല്ലാഹുവിനറിയാം. എല്ലാത്തരം സൃഷ്ടിപ്പും പടച്ച റബ്ബിനറിയാം. ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അള്ളാഹു എങ്ങനെയാണ് ഇതൊക്കെ രണ്ടാമത് നടത്തുക എന്ന് ബേജാറാവേണ്ടതില്ല. നിങ്ങൾ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുങ്ങിക്കോ. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ.
അപ്പോൾ ഇത് സൃഷ്ടാവിന്റെ വാക്കാണ്, സൃഷ്ടാവിന്റെ വാക്ക് തട്ടിക്കളയണ്ട. എന്നാൽ അവിടെ ഇനി ആർക്കെങ്കിലും നീയല്ല ഞങ്ങളെ സൃഷ്ടാവ്, സൃഷ്ടാവ് റബ്ബല്ല, അള്ളാഹു അല്ല സൃഷ്ടാവ് എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അവന്റെ ചങ്കിന് പിടിച്ച് അവനെ കൊണ്ടത് തിരുത്തിപ്പിക്കുന്നു അള്ളാഹു. അടുത്ത വചനം അതാണ്. അവന്റെ ചങ്കിന് പിടിച്ചിട്ട് അതെ നീ തന്നെയാണ് എന്ന് പറയിപ്പിക്കുന്നു. അടുത്ത വാക്ക് നോക്ക്, അഫറഅയ്തും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. എത്ര നല്ല വാക്ക്. ആദ്യം അള്ളാഹു പറഞ്ഞു ഞാനാ സൃഷ്ടിച്ചത് ഞാനാണെന്ന് വിശ്വസിക്കുന്നവരോട് എന്റെ ശബ്ദമാണ് ഇത് എടുത്തോ. ഇനി അതിന് സൗകര്യമില്ലാത്തവനോട് റബ്ബാണെന്ന് അംഗീകരിക്കാൻ, സൃഷ്ടാവാണ് അള്ളാഹു എന്ന് അംഗീകരിക്കാൻ പറ്റാത്തവനോട് അള്ളാഹ് ചോദിക്കുകയാണ്, അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജത്തുള്ളികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഫഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അല്ല, ആ ബീജം സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ നമ്മളാണോ? അള്ളാഹ് ശരിക്കും മനുഷ്യനെ ചങ്കിൽ പിടിച്ച് സമ്മതിപ്പിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, സമ്മതിക്കുന്ന കാര്യത്തിൽ നിന്ന് സമ്മതിക്കാത്ത കാര്യത്തിലേക്ക് റബ്ബ് കയറുക, സ്റ്റെപ്പ് ഇങ്ങനെ കയറുന്നത് കാണാം. ആദ്യം പറഞ്ഞത് നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം, നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. എന്തേ അല്ലാഹു തആല അവിടെ അങ്ങനെ പറയാൻ കാരണം? ബീജം സ്കലിപ്പിക്കുന്നത് നിങ്ങളാണ്. വിട്ടുവന്നു. നമ്മൾക്കൊരു വിരലനക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കഴിവ് വേണം. അള്ളാഹ് തരാത്ത കഴിവ് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്താലും അത് അള്ളാഹുവാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അവകാശപ്പെടാൻ അള്ളാഹു വരുന്നില്ല. അത് വേറെ സ്ഥലത്ത് വ്യക്തമായി അവകാശപ്പെട്ടിട്ടുണ്ട്, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിങ്ങളുടെ പ്രവൃത്തികളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നിങ്ങൾ എന്തു ചെയ്യുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അതിൽ സംശയമല്ല. പക്ഷെ ഇവിടെ എന്താ നിഷേധിയോടാ സംസാരിക്കുന്നത്. നിഷേധിയോട് സംസാരിക്കുമ്പോ നീയല്ല ഞങ്ങളെ സൃഷ്ടാവ് എന്ന് പറയുന്നവരോട് സംസാരിക്കുമ്പോ അവൻ അംഗീകരിക്കുന്നതിൽ നിന്ന് അംഗീകരിക്കാത്ത യാഥാർത്ഥ്യത്തിലേക്ക് കയറുകയാണ്. ശരിക്ക് ബീജം സ്കലിപ്പിക്കാനുള്ള ശേഷി തന്നതും അള്ളാഹുവാണ്. പോവട്ടെ, അത് ഒരു പക്ഷേ പറഞ്ഞാലാണ്ട് ഉൾക്കൊള്ളാൻ മാത്രം നീ ഉണ്ടാകൂല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തന്നെ വിട്ടുവന്നു. മാ തുംനൂൻ, നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം, നീ നിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന ബീജം. ചോദിക്കട്ടെ, അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ആ ബീജത്തെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യക്കുഞ്ഞായി സൃഷ്ടിക്കുന്നത്, അതിന് സൃഷ്ടികർമ്മം നൽകുന്നത് ഞാനാണോ നിങ്ങളാണോ? അവിടെ മനുഷ്യൻ കുടുങ്ങിപ്പോവും. അതാണ് ശരിക്കും മനുഷ്യനെ കുടുക്കുകയാണ്. അവിടെ മനുഷ്യൻ എന്തായാലും അത് ഞാനാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഈ ദുആ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളില്ല, ദുആ ചെയ്യണം. ആൺകുട്ടികളില്ല, ദുആ ചെയ്യണം. തീരെ കുട്ടികളില്ല, ദുആ ചെയ്യണം. പലരും പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ കാരണോ? അത് നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല, അള്ളാഹു നമുക്ക് വിട്ടുതന്ന ഒരു കഴിവല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യാൻ പറയുന്നു. എത്രയോ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുന്നു. ഡോക്ടർമാർക്കും മറ്റു ചികിത്സക്കാർക്കുമായി നാം കൊണ്ടുപോയി, വൈദ്യന്മാർക്കുമായി നാം കൊണ്ടുപോയി ലക്ഷങ്ങൾ എറിയുന്നു ഒരു കുഞ്ഞിക്കാലുണ്ടാവാൻ വേണ്ടി. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ പലപ്പോഴും ഫലം ശൂന്യവും. റബ്ബ് കനിയാതെ ഒരിക്കലും മക്കളുണ്ടാവില്ല. അതുകൊണ്ട് മനുഷ്യ കഴിവിൽ പെട്ടതല്ല, അതിന്റെ അപ്പുറത്തുള്ള ഒരു സംഗതിയാണ് കുട്ടികളുണ്ടാകുക എന്നുള്ളത്. എന്റെ ബീജത്തെ ഒരു കുഞ്ഞായി സൃഷ്ടിക്കുക എന്നത് മനുഷ്യൻ അംഗീകരിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ അള്ളാണെന്ന് അംഗീകരിക്കുമെങ്കിലും ഞാൻ അല്ലാതെങ്കിലും സമ്മതിക്കും. അതാണ് അതിന്റെ കണ്ടീഷൻ. അതുകൊണ്ട് അല്ലാഹു തആല ശരിക്ക് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന രൂപത്തിൽ ആ ചോദ്യത്തോടുകൂടെ പിന്നെ ഉത്തരം പറയേണ്ടതില്ല. അല്ലാഹുവേ നീയാണ് സൃഷ്ടാവ് എന്ന് സമ്മതിച്ച് പറയുന്ന വാക്കാണത്. അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അതേ, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു നമുക്ക് മക്കളെ തരുന്നത് അല്ലാഹുവാണ്, മക്കളെ തരുന്നത് അല്ലാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു തആല വല്ലാഹു യഹബു ലിമൻ യശാഉ ഇനാസാ,
വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു തആല പറഞ്ഞു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുഞ്ഞുങ്ങളെ നൽകും, പെൺകുഞ്ഞുങ്ങളെ നൽകും. യഹബു ലിമൻ യശാഉ ഇനാസ. അതുപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ദുകൂർ, ആൺകുട്ടികളെ കൊടുക്കും. വയുസവ്വിജുഹും ദുക്റാനൻ വഇനാസ. ചിലർക്ക് ആണും പെണ്ണും ഇടകലർത്തി കൊടുക്കും, രണ്ടും സമ്മിശ്രമായിട്ട് കൊടുക്കും. യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ. ചിലരെ അല്ലാഹു തആല മച്ചി ആക്കി മാറ്റുകയും ചെയ്യും. ഇങ്ങനെ 4 വിഷയമേ ഇത് സംബന്ധമായി പ്രത്യുൽപാദന വിഷയത്തിലുള്ളൂ. അത് 4 അല്ലാഹു തആല ഒറ്റ ആയത്തിൽ തന്നെ ഒതുക്കി വെച്ചു, എല്ലാം പറഞ്ഞു. അതിലാദ്യം അല്ലാഹു പറഞ്ഞത് ചിലർക്ക് അവൻ ഉദ്ദേശിച്ചവർക്ക് പെൺകുട്ടികളെ മാത്രം കൊടുക്കുന്നു. എന്തേ അല്ലാഹു തആല അത് തന്നെ തുടങ്ങാൻ കാരണം? അതിലാരും ടെൻഷൻ അടിക്കണ്ട, അത് തരുന്നത് റബ്ബാണ്, അവനതിന് മാർഗം കാണും. ഒരുപാട് ആളുകൾ പെൺമക്കൾ മാത്രമുള്ളതിന് സങ്കടപ്പെടുന്നവരുണ്ട്. റബ്ബേ, അവരെയൊക്കെ കെട്ടിച്ചയക്കാനുള്ള, നല്ല നിലക്ക് പോറ്റി വളർത്തി അവരുടെ കാര്യങ്ങളൊക്കെ വൃത്തിയായി നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. ഇന്നും ഒരു സഹോദരൻ പറഞ്ഞു, വല്ലാതെ വിഷമത്തോടുകൂടി പറഞ്ഞു, പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളതാണ് ഇന്ന് എല്ലാ നാട്ടിലെയും വിഷമം. മറ്റുള്ള വിഷമങ്ങളെക്കാൾ വലിയ വിഷമം അതാണ്. അത് ഈ സ്ത്രീധനത്തിന്റെ ഈ ഊരാക്കുടുക്കിലാണ് യഥാർത്ഥത്തിൽ ഉപ്പമാര് വല്ലാതെ വിഷമിച്ചു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ വീട്ടിലുള്ള പെൺമക്കൾ, പെങ്ങന്മാർ, നമ്മുടെ വീട്ടിൽ വിവാഹപ്രായമെത്തി നിൽക്കുന്ന സ്ത്രീകൾക്ക് അല്ലാഹു അനുയോജ്യരായ ഇണകളെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് അല്ലാഹു തആലയാണ് മക്കളെ തരുന്നത്. അതവൻ പറഞ്ഞു, യഹബു ലിമൻ യശാ. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ഫ്രീ ആയിട്ട് കൊടുക്കും. യഹബ്, അവൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇനാസൻ, അത് പെൺകുട്ടികളായിരിക്കും. ചിലർക്ക് ദുക്കൂറായിരിക്കും, ചിലർക്ക് പെൺമക്കളെയാണ്, ചിലർക്ക് ആൺമക്കളെയാണ്. ചിലർക്ക് യുസവ്വിജുഹും ദുക്റാനം വഇനാസ. ആണും പെണ്ണും കൂടി കൂട്ടിയിട്ട്, ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്, രണ്ടും കൂടി ഉള്ളവരുണ്ട്. ചിലർ അഖീമായിരിക്കും, മച്ചിയായിരിക്കും, തീരെ മക്കൾ ഇല്ലാത്തവരായിരിക്കും. അങ്ങനെ 4 ശൈലിയിൽ മനുഷ്യരെ ഞാൻ ചെയ്യാറുണ്ട്, മനുഷ്യർക്ക് ഞാൻ നൽകാറുണ്ട്. അതേത് കിട്ടിയാലും തൃപ്തിപ്പെടാൻ മനുഷ്യൻ നിർബന്ധിതനാണ്. അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏതാവട്ടെ, ആൺകുട്ടികളില്ലാത്തവർക്ക് അല്ലാഹു തആല നല്ല ആൺകുഞ്ഞുങ്ങളെ കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. തീരെ മക്കളില്ലാത്തവർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്രയോ പ്രായാധിക്യം ചെന്നതിന്റെ ശേഷം അള്ളാഹുവിനോട് ചോദിച്ചു, ഉത്തരം കിട്ടി. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ മനസ്സ്, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആത്മാർത്ഥമായ ആമീൻ പറയുക. നമ്മൾ അല്ലാഹുവിന്റെ പള്ളിയിലാണ്, നോമ്പ് നോറ്റാണ് ഇരിക്കുന്നത്. അവരുടെ മനസ്സിന്റെ വിഷമമാണ് അവരറിയിച്ചത്. അതുകൊണ്ട് നമുക്കതിലൊന്ന് പങ്കുകൊള്ളാം അവരോടൊപ്പം. പഠിച്ചോനെ, ഞങ്ങളോട് ദുആ വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, ഈ സദസ്സിലുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ നല്ല സ്വാലിഹീങ്ങളായ കുഞ്ഞുങ്ങളെ നീ നൽകണം റഹ്മാനെ. സ്വാലിഹീങ്ങളായ കുഞ്ഞുങ്ങളെ നൽകണം റഹ്മാനെ. കുഞ്ഞുങ്ങളെ തന്നാൽ പോരാ, അത് നീ സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാനെ, സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാനെ. വലിയൊരു വിഷയമാണ്. എപ്പോഴും മനുഷ്യന് ഏറ്റവും വിഷമമുണ്ടാകുന്ന കാര്യമാണ്. തിടുക്കം കൂടുതലും ആ മനുഷ്യന് ഈ വിഷയത്തിൽ തിടുക്കം കൂടുതലുമാണ്. ചിലർക്കൊക്കെ അത് വല്ലാത്ത ടെൻഷനാണെന്ന് പറയാൻ കാരണം, ഞാൻ മുമ്പൊരിക്കൽ ഖുർആൻ ക്ലാസ്സിൽ വെച്ചൊരു സഹോദരൻ എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഉസ്താദെ, കുട്ടികളില്ല, ദ്വാരക്കണം. അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ, എത്ര കാലായി കല്യാണം കഴിഞ്ഞിട്ട്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാ, കരഞ്ഞ് പറയുന്നത് കണ്ടപ്പോ എത്ര കാലായി? അപ്പൊ അദ്ദേഹം പറഞ്ഞത് 8 മാസമായി ഉസ്താദെ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര തമാശയാണത് തോന്നിയത്. 8 മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളില്ല. എന്താ കാട്ടുക? ഇതിനാണ് തിരക്ക് എന്ന് പറയാം. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. ഖുർആൻ പറഞ്ഞു, മനുഷ്യനെ തിടുക്കത്തിൽ നിന്നാണ് പഠിച്ചത്. എല്ലാറ്റിനും മനുഷ്യന് തിടുക്കാണ്. വേഗം ആവണം, ഒക്കെ വേഗമായിക്കൊള്ളണം എന്നതാണ്. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. അജ്ലത്ത്, തിടുക്കം, അത് മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. അപ്പൊ ഏതാപ്പെട്ടത് ഒരു തമാശ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ വിഷയം അള്ളാഹുവാണ് നമുക്ക് മക്കളെ തരുന്നത് എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം അതിനെ കുഞ്ഞായി സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത
വമാ നഹ്നു ബിമസ്ബൂഖീൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയത് നമ്മളാണ്. ശരിക്ക് ചിന്തിച്ചോളൂ. അവിടെയൊക്കെ നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയത് നമ്മളാണ്. അല്ലാഹു തആല നിങ്ങളെ മരിപ്പിക്കുന്നത് ഞാനാണ് എന്നുള്ള പ്രയോഗമല്ല നടത്തിയത്. നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ഈ കണക്കാക്കുക എന്ന പ്രയോഗത്തിന് കൂടുതൽ സ്ഥാനമുണ്ട്. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഞാനാണ് എന്ന് പറയലാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. അതിന് നിങ്ങളെ ജീവിപ്പിച്ചു, നിങ്ങളെ മരിപ്പിക്കുന്നു ഞാനാന്ന് പറഞ്ഞാൽ മതി. മരണം ഞാനാ കണക്കാക്കിയത് എന്ന് പറഞ്ഞാൽ എപ്പോൾ മരിക്കണം, എവിടെ വെച്ച് മരിക്കണം, എങ്ങനെ മരിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് ഞാനാണ്. ഇതാണ് നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. മഹാന്മാര് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ഇമാം നസഫി പറഞ്ഞത് കാണാം. ഫമിൻകും മൻ ഖസീറുൻ ഉംറു വമിൻകും മൻ തവീലുൻ ഉംറു വമിൻകും മൻ മുതവസ്സിതുൻ ഉംറു. പലരും ഉണ്ട്, പല നിലക്കും ആളുകളുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ദീർഘായുസ് കിട്ടുന്ന ആളുകളുണ്ട്, നീണ്ട പ്രായം ലഭിക്കുന്നവർ. അത് അള്ളാഹു അങ്ങനെയാ കണക്കാക്കിയത്. 100 കഴിഞ്ഞിട്ട് മരിക്കുക, 105 വയസ്സ് കഴിഞ്ഞിട്ട് മരിക്കുക, 90 കഴിഞ്ഞിട്ട് മരിക്കുക, 80 കഴിഞ്ഞിട്ട് മരിക്കുക. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതേസമയം അതേ രൂപത്തിൽ തന്നെ മൻ ഖസീറുൻ ഉംറു, അതാ വളരെ ചെറിയ പ്രായക്കാരുണ്ട്. ജനിച്ച അന്ന് തന്നെ മരിച്ചുപോയി, 10ാമത്തെ വയസ്സിൽ മരിച്ചു, 12ാമത്തെ വയസ്സിലാണ് നിങ്ങളുടെ കുട്ടി ആക്സിഡന്റ് ആയി മരിച്ചത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. എത്രയോ ചെറിയ ചെറിയ മക്കൾ മരിച്ചു പോകുന്നു, എത്രയോ ചെറിയ ചെറിയ മക്കൾ മരിച്ചു പോകുന്നു, ആക്സിഡന്റായി മരിച്ചു പോകുന്നു, ഉമ്മാന്റെയും ഉപ്പാന്റെയും കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അള്ളാഹുവേ, ഞങ്ങളെ മക്കളെയൊക്കെ നീ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ, കാക്കണം റഹ്മാനെ. റബ്ബേ, മക്കൾ നഷ്ടപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും നീ മനസ്സമാധാനം നൽകണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞാൻ പറഞ്ഞു വന്നത് ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്നവരുണ്ട്. മുതവസ്സിത്തുൻ ഉംറു, അതുപോലെ തന്നെ മിതമായ പ്രായത്തിൽ, മധ്യമ പ്രായത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നവർ, മരിച്ചു പോകുന്നവർ. സംഗതി വയസ്സ് 10-25 വയസ്സേ ഉള്ളൂ, 30 വയസ്സേ ഉള്ളൂ, 35 വയസ്സേ ഉള്ളൂ, 40 വയസ്സേ ഉള്ളൂ. അപ്പോഴാണ് അറ്റാക്കായി അങ്ങ് പോയി. ഒരു കാരണവുമില്ല. അയാളുടെ വണ്ടി മറ്റൊരു വണ്ടിക്ക് ആക്സിഡന്റ് ആയി മരിച്ചുപോയി. അല്ലെങ്കിൽ ഇയാള് ആക്സിഡന്റ് ആകുമെന്ന് പേടിച്ച് ഇയാൾ വണ്ടി തന്നെ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ വേറെ ഒരു വണ്ടി ഇയാളുടെ ശരീരത്തിൽ പാഞ്ഞു കയറി. ഇയാൾ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ കടയിലേക്കൊരു വാഹനം ഓടിക്കയറി ഇയാൾ മരിക്കുന്നു. എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന അരീക്കോട് മജ്മയിലെ പ്രിൻസിപ്പൽ, അദ്ദേഹത്തിന്റെ അളിയൻ തൊട്ടടുത്ത ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു ഒരു സഅദിയെക്കുറിച്ച്. സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കടയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുകൂടെ പോകുന്ന വണ്ടി ഇടിച്ചു കയറി അദ്ദേഹം മരിക്കുന്നത്. ആ പണ്ഡിതന്റെ ഖബർ നീ സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഇതേ നമ്മുടെയൊക്കെ കഥയുള്ളൂ. മരണം അല്ലാഹു കണക്കാക്കിയ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഒരു ദിവസം അതെന്നെ വരുന്നുണ്ട് വിഷയം. അപ്രതിരോധ്യ യാഥാർത്ഥ്യമാണ് മരണം എന്നൊരു വിഷയം വരുന്നുണ്ട്. അവിടെ വെച്ച് മരണത്തെക്കുറിച്ച് കൂടുതൽ പറയാം. അവസാനത്തെ ദിവസത്തെ ചർച്ച അതാണ്. അപ്പൊ ഇന്ന് ആ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം, ജീവിപ്പിക്കുന്നത് ഞാനാണ്, മരണം നിങ്ങളുടെ ഇടയിൽ കണക്കാക്കിയതും ഞാനാണ്. അപ്പൊ എത്രാമത്തെ വയസ്സിൽ മരിക്കണം ഞാൻ കണക്കാക്കിയതാണ്. എവിടെ വെച്ച് മരിക്കണം? ബസ്സിൽ വെച്ചിട്ടാണോ, ട്രെയിനിൽ വെച്ചിട്ടാണോ, പള്ളിയിൽ വെച്ചിട്ടാണോ, സിനിമാ ഹാളിൽ വെച്ചിട്ടാണോ, എവിടെ വെച്ചാ നീ മരിക്കേണ്ടത്? അള്ളാഹു ആ കണക്കാക്കിയത്. പന്ത് കളി കണ്ടത്തിലാണോ, നിശാ ക്ലബ്ബുകളിലാണോ, എവിടെയാണ്? ഞാനാണ് കണക്കാക്കിയത്. എവിടെ വെച്ച് മരിക്കണം, എത്രാമത്തെ വയസ്സിൽ മരിക്കണം, എങ്ങനെ മരിക്കണം, എന്താണ് മരണ കാരണം, എന്തായിരിക്കണം, ഇതൊക്കെ കണക്കാക്കിയത് ഞാനാണ്. എന്റെ ഈ കണക്കിനെ മുന്നോട്ട് കടക്കാൻ, എന്റെ ഈ കണക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തെ ഓവർടേക്ക് ചെയ്യാൻ ഒരൊറ്റ കുട്ടിക്കും സാധ്യമല്ല. എന്നാലോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ തിരുത്തപ്പെടും. പ്രാർത്ഥന തിരുത്തും. അതിനാണ് നമ്മൾ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുന്നത്.
ഞാനിത് പറഞ്ഞപ്പോൾ കോട്ടക്കുന്ന ഒരാൾ ചോദിച്ചു, ഒക്കെ അള്ളാഹു താല കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാ ഉസ്താദ് ദീർഘായുസിന് വേണ്ടി ദ്വാരക്കണത്? അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, ദീർഘായുസിന് വേണ്ടി അവൻ ദ്വാരക്കാണെങ്കിൽ അവൻ ഇത്രയും കൂടെ കൊടുക്കാന്നാണ് അള്ളാഹുവിന്റെ കണക്ക് നേരത്തെ തന്നെ. അത് ചെയ്യാത്തത് കൊണ്ട് 2 കൊല്ലം മുമ്പോട്ടായി. അപ്പൊ നമുക്ക് ദ്വാരക്കാലോ? അള്ളാഹുവിന്റെ കണക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നീണ്ടു കിട്ടണം. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. വളരെ വിഷമിച്ച് രോഗത്തിലായി വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കളുണ്ട് റബ്ബേ. പ്രത്യേകം ഇങ്ങോട്ട് സംഭാവന നൽകി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കഷ്ടപ്പെട്ട് കഴിയുന്നവർ, അവർക്കൊക്കെ നീ ആഫിയത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഒരു സെക്കൻഡെങ്കിലും നീ ഭൂമിയിൽ വെക്കുകയാണെങ്കിൽ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അല്ലെങ്കിൽ അവരെയും ഞങ്ങളെയും ഒക്കെ മരണം എപ്പോഴാണോ ഹൈറാകുന്നത് ഈമാനോടുകൂടെ മരിപ്പിക്കണം റഹ്മാനെ, ഈമാനോടുകൂടെ മരിപ്പിക്കണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. അല്ല, നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. നിങ്ങൾ അല്ലാഹ് പറയുന്നത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു വാണിംഗ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ വചനത്തെ നിങ്ങൾ വായിക്കേണ്ടത് ഒരു വാണിംഗ് ആയിട്ടാണ് നിങ്ങൾ ഇത് വായിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്താ മുന്നറിയിപ്പ്? ഞാനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, ഞാനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതുമെങ്കിൽ എന്റെ തീരുമാനമേ നിങ്ങളിൽ നടക്കുന്നുള്ളൂ. ഒരനക്കം പോലും മുന്നോട്ടോ പിന്നോട്ടോ നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഞാൻ വിചാരിച്ചാൽ എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. അലാ അൻ നുബദ്ദില അംസാലകും. നിങ്ങളെപ്പോലത്തെ ഒരു വിഭാഗത്തെ ഞാനിവിടെ പകരമാക്കാൻ ഉദ്ദേശിച്ചാൽ, ഇന്ന് നിങ്ങളെ വീട്ടിൽ കൂടുന്നത് നിങ്ങളാ, ഇന്ന് നിങ്ങളെ വീട്ടിലുള്ളത് നിങ്ങളാണ് എങ്കിൽ നാളെ നിങ്ങളെ വീട്ടിൽ ആ വീട്ടിന്റെ ഉടമ മറ്റൊരാളായിരിക്കാം. ഇതാണ് അലാ അൻ നുബദ്ദില അംസാലകും. ഇന്ന് നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ കയ്യിലാ, നാളെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെ മോനായിരിക്കും, നിങ്ങൾ മണ്ണറയിലായിരിക്കും. അലാ അൻ നുബദ്ദില അംസാലകും. നിങ്ങളുടെ പോസ്റ്റുകളിലൊക്കെ നിങ്ങളെപ്പോലത്തെ മറ്റാരെങ്കിലും നമ്മൾ പകരമാക്കും. നിങ്ങളെ മക്കളാവാം, അല്ലെങ്കിൽ വാപ്പിയും ഉമ്മയും മക്കളും ആ കുടുംബം മൊത്തം നശിച്ചേക്കാം. വേറെ ഒരു കുടുംബനാഥനും മക്കളും ആ വീട്ടിലേക്ക് കയറി വന്നേക്കാം, ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കയറി വന്നേക്കാം. അലാ അൻ നുബദ്ദില അംസാലകും. നിങ്ങളെപ്പോലത്തെ മറ്റൊരു വിഭാഗത്തെ ഞാനിവിടെ പകരമാക്കണമെന്ന് കരുതിയാൽ വമാ നഹ്നു ബിമസ്ബൂഖീൻ. എന്നെ തോൽപ്പിക്കാൻ, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയൂല അല്ലാഹ് പറയുന്നു. അപ്പൊ ഈ സെക്കൻഡിൽ എന്നെ പകരമാക്കാൻ അള്ളാഹുവിന് കഴിയും. ഇവിടെ വെച്ച് പ്രഭാഷണം നടത്തുന്ന എന്നെ ഇതേ വേദിയിൽ പ്രഭാഷണം നടത്താൻ മറ്റൊരാളെ നൽകാൻ അള്ളാഹുവിന് സാധിക്കും എന്ന് പറഞ്ഞാൽ എന്നെ മരിപ്പിക്കും. എന്നെ മരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാനത്ത് മറ്റൊരാളുണ്ടാകുമല്ലോ. അത് എല്ലാ സ്ഥാനം അങ്ങനെ തന്നെയാണ്. ഒരാളങ്ങ് പോകുമ്പോൾ മറ്റൊരാളുണ്ടാകും. അപ്പൊ അള്ളാഹു തആല പറയുന്നത് ഓരോരുത്തരും ചിന്തിക്കണം, ഇത് നല്ല ഒരു വാണിംഗ് ആണ്. ഇത് തലേ കയറിയിട്ടില്ലെങ്കിൽ ഇത് കയറണം ഇൻഷാ അല്ലാഹ്. ഇതിന് നല്ല പൊള്ളുന്ന ഇതേ വാക്കിൽ അല്ലാഹു തആല താക്കീത് നൽകിയിട്ടുണ്ട് സൂറത്ത് യാസീനിൽ. അതിങ്ങോട്ട് എടുത്തിടാം. എന്തിന്? ഇതിനേക്കാൾ വ്യക്തമാണ്. വിഷയം പെട്ടെന്ന് തിരിയും. ഇത് വിശദീകരിച്ചെങ്കിലേ മനസ്സിലാകൂ. അത് വിശദീകരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പൊ നിങ്ങളെപ്പോലത്തെ ആളുകളെ പകരമാക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടുനാഥനാണെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടുത്തരവാദിത്വം, നിങ്ങളുടെ വീട്ടിന്റെ ഉത്തരവാദിത്വം മറ്റൊരാളിൽ വന്നേക്കാം. നിങ്ങളുടെ വീട്ടിൽ നാളെ മറ്റൊരു കുടുംബനാഥനായിരിക്കാം, മറ്റു മക്കളായിരിക്കാം. ഒരു സമൂഹത്തെ തന്നെ തിരുത്താൻ അള്ളാഹുവിന് കഴിയില്ലേ? ആദ് സമൂഹം, അള്ളാഹു ആദ് സമൂഹത്തെ മുഴുവൻ അങ്ങ് തകർത്തിട്ടല്ലേ സമൂദിനെ കൊണ്ടുവരുന്നത്. അത് വലിയൊരു സംഭവമല്ലേ? എന്നിട്ട് സമൂദ് ഗോത്രത്തോട് അല്ലാഹ് പറഞ്ഞു, വേറൊരു കൂട്ടരെ നശിപ്പിച്ച് അവിടെയാ നിങ്ങളെ പകരമാക്കിയിരിക്കുന്നതിന് നിങ്ങളെങ്കിലും ചിന്തിച്ചോ. അവർ പാഠം പഠിച്ചില്ല, അവരെയും അള്ളാഹു നശിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അതിനൊക്കെ സാക്ഷിയാണ്. അപ്പൊ വേണമെങ്കിൽ ഒരു സുനാമി കൊണ്ട് നമ്മുടെ രാജ്യം മുഴുവനും തകർത്ത് കളയാൻ അല്ലാഹുവിന് കഴിയും. ഒരു ഭൂകമ്പം കൊണ്ട് നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒക്കെ തകർത്ത് കളഞ്ഞ് ഈ മണ്ണിൽ നമുക്ക് പകരം വേറെ വാപ്പമാർ, നമ്മുടെ മക്കൾക്ക് പകരം വേറെ മക്കള്, വേറെ ഭാര്യമാര്, ഇവരൊക്കെ വരാം. അതൊക്കെ ഞൊടിയിട കൊണ്ട് അല്ലാഹുവിനെ എഴുന്നേൽപ്പിക്കാം. അതിനൊക്കെ സാധിക്കും. നമ്മളെയൊക്കെ മരിപ്പിച്ചിട്ട് കുറെ മക്കളെയും വാപ്പമാരെയും വേറെ ഉണ്ടാക്കാൻ കഴിയൂലേ? ഉണ്ടാക്കാൻ കഴിയും. അലാ അൻ നുബദ്ദില അംസാലകും. വാണിങ്ങിന്റെ ഒന്നാം പാർട്ട്, 2 പാർട്ടാണ് വാണിങ്. ഒന്നാം ഭാഗം എന്താ? നിങ്ങളെപ്പോലത്തെ മറ്റൊരു വിഭാഗത്തെ ഇവിടെ ഉണ്ടാക്കാൻ കഴിയും, നിങ്ങളെ മരിപ്പിച്ചിട്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്,
യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ്. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞത് കാണാം. നിങ്ങളെ ഈ പേക്കൂത്ത് ഇങ്ങനെ കാണുമ്പോ അല്ലാഹ് പറയാ, ഞാനായിട്ട് അതൊക്കെ ക്ഷമിക്കുന്നത്. ഈ തോന്നിവാസം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകാൻ അല്ലാഹ് എങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ അങ്ങോട്ട് തുടച്ചു നീക്കിയിട്ട് പുതിയ ഒരു തലമുറയെ ഇവിടെ അധിവസിപ്പിക്കാൻ കഴിയും. അല്ലാഹ് പറയാ, യുദ്ഹിബുക്കും, നിങ്ങളെ തുടച്ചു നീക്കാൻ കഴിയും. വയഅതി ബിഖൽഖിൻ ജദീദ്, പുതിയ ഒരു തലമുറയെ ഇവിടെ വസിപ്പിക്കാനും താമസിപ്പിക്കാനും കൊണ്ടുവരാനും നിങ്ങളെ വീട്ടിൽ പാർപ്പിക്കാനും നിങ്ങളെ നാട്ടിൽ പാർപ്പിക്കാനും നിങ്ങളുടെ തോട്ടത്തിന്റെ ഉടമകളാക്കാനും ഒക്കെ അല്ലാഹുവിന് കഴിയും വേണമെങ്കിൽ. പക്ഷേ വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു വലിയ വിഷയമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ഞൊടിയുടെ കൊണ്ട് ചെയ്യാൻ കഴിയും. അത്ര വലിയൊരു സംഭവം എന്നല്ല അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അത് അള്ളാഹ്ക്കത്ര പ്രയാസമുള്ള ജോലിയെല്ലാം. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, എത്രയും പെട്ടെന്ന്. പക്ഷെ ചെയ്യാത്തത് അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ്. അപ്പൊ അള്ളാഹു പറയുന്നു, നിങ്ങളെപ്പോലോത്തവരെ പകരമാക്കാൻ കഴിയും. 2, അവിടെ തന്നെ അള്ളാഹു പറഞ്ഞു പകരമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾ പോലും അറിയാത്ത ഒരു ലോകത്ത് നിങ്ങളെ ഉണ്ടാക്കാനും എനിക്ക് കഴിയും. നിങ്ങളെപ്പോലത്തവരെ പകരാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെയാണ് മാറ്റി നിർത്തിയിട്ട് വേറൊരു കൂട്ടരോടെ കൊണ്ടുവരിക. വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു ലോകത്ത് നിങ്ങളെ ഉണ്ടാക്കുക. നിങ്ങളെ ഇക്കോല അങ്ങ് മാറ്റിയിട്ട് നിങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പോലും അറിയാത്ത ഒരു ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളാക്കി നിങ്ങളെ മാറ്റാൻ എനിക്ക് കഴിയും. അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞ മഹാന്മാരുണ്ട്. ജീവനില്ലാത്ത ഇൽമില്ലാത്തൊരു വസ്തുക്കളാക്കിയിട്ട് ബോധമില്ലാത്ത അറിവില്ലാത്ത വസ്തുക്കളാക്കി മാറ്റാൻ എനിക്ക് നിങ്ങളെ കഴിയും. ചിന്തിക്കണം. വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ, അചേതന വസ്തുക്കളാക്കിയിട്ട് മാറ്റാൻ എനിക്ക് കഴിയും. വേണമെങ്കിൽ ഈ നിൽക്കുന്ന ഞാൻ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക, എന്റെ മുമ്പിലിരിക്കുന്ന പീഠം, ഈ പീഠം എനിക്ക് പാഠമാണ്. ഈ പീഠം പടച്ച റബ്ബിന്റെ സൃഷ്ടിയാണ്. ഈ ചലിക്കുന്ന ഞാനും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ പീഠമുണ്ടാക്കിയ റബ്ബിന്, ഈ പീഠമുണ്ടാക്കിയ റബ്ബിന്, എന്നെ ഉണ്ടാക്കിയ റബ്ബിന് ഈ എന്നെ മാറ്റിയിട്ട് പീഠമാക്കാനും പീഠത്തെ മാറ്റിയിട്ട് ഞാനാക്കാനും ഒക്കെ കഴിയുന്നവനാണ്. അപ്പോഴല്ലേ നമ്മൾ വിശ്വാസികളാകൂ. അല്ലാഹ് പറയുന്നു കഴിയും. അപ്പോൾ ഈ പീഠത്തിനാ പിന്നെ ഇൽമ്, അയാൾക്കാ പിന്നീട് അറിവ്. ഞാൻ വെറും അതാ പച്ചയായ ഒരു മരത്തടിയായി പോകും. അല്ലാഹ് താക്കീത് നൽകാൻ. ഇങ്ങനെ നിങ്ങളാക്കണമെന്ന് കരുതിയാൽ, നിങ്ങൾ ഒരു മരമാക്കണമെന്ന് കരുതിയാൽ, പള്ളിന്റെ തൂണാക്കണമെന്ന് കരുതിയാൽ, ഒരു കല്ലാക്കി മാറ്റണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചാൽ എന്നെ മറികടക്കാൻ കയ്യോ മക്കളെ നിങ്ങൾക്ക്? വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. സൂറത്തു യാസീൻ. യാസീനിൽ അല്ലാഹു നല്ല ഇതിന്റെ ഈ 2 വിഷയവും വ്യക്തമായിട്ട് അല്ലാഹു പറയുന്നു. സൂറത്തു യാസീനിൽ അവസാന ഭാഗത്ത് ലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖു സിറാത്ത ഫഅന്നാ യുബ്സിറൂൻ. ലൗ നശാ, നമ്മളെങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം, അവരുടെ കണ്ണു വേണമെങ്കിൽ നമുക്ക് തുടച്ചു കളയാൻ കഴിയും. ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖു സിറാത്ത്, അനന്തരം അവർ വീട്ടിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് മുന്നേറും. ഫഅന്നാ യുബ്സിറൂൻ, പക്ഷേ അവർക്ക് എവിടെ നിന്ന് കണ്ണു കാണാനാണ്? എവിടെ നിന്ന് കണ്ണു കാണാനാണ്? ഫഅന്നാ യുബ്സിറൂൻ. അള്ളാഹു ആദ്യത്തെ അള്ളാഹുവിന്റെ വാണിംഗ് എന്താണെന്നറിയോ നിങ്ങൾ മക്കളെ? വേണമെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന കൂത്താട്ടൊക്കെ കാണുമ്പോൾ അല്ലാഹ് പറയാം, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. ഉദ്ദേശിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ദുആ ചെയ്തു വെച്ചു, പഠിച്ചോനെ എന്റെ ഉമ്മത്തിൽ ഇത്ര വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാക്കല്ല, ഈ കോലം മറിക്കലും നഷ്ടപ്പെടുത്തലും വലിയ വലിയ ദുരന്തങ്ങൾ വരുത്തലും ഉണ്ടാക്കല്ല. പക്ഷെ ഖിയാമത്ത് നാളാകുമ്പോൾ അത് വരുന്ന നബിയെന്നെ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകല്, സുനാമികൾ ഉണ്ടാകല്, അതുപോലെ തന്നെ വലിയ 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 കോലം മറിക്കലൊക്കെ വരുമെന്ന് ഹദീസുകളിലുണ്ട്, അശ്റാത്തു സായയുടെ ലക്ഷണമായി. അപ്പൊ നമ്മൾ ശരിക്കും പേടിക്കണം. അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞതാ, വേണമെങ്കിൽ എനിക്ക് കൈയിട്ടോ, ചെയ്യൂല എന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. എപ്പോഴും കരുതണം. സിനിമാ ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കരുതാൻ പറ്റിയ നല്ലൊരു സംഗതിയാണ്. ബാറിലിരുന്ന് മദ്യപിക്കുമ്പം കരുതാൻ പറ്റിയ സംഗതിയാണ്. വ്യഭിചാരശാലയിൽ വേശ്യാലയത്തിൽ പോയി അന്യ സ്ത്രീകളുമായി പങ്കിടുന്നവർക്ക് ചിന്തിക്കാൻ പറ്റിയ ആയത്താണ്.
തോന്നിവാസങ്ങളുമായി കൂത്തരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോ, തോന്നിവാസങ്ങളുടെ കൂത്തരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കാൻ പറ്റിയ ഒരു ആയത്താണ്. നിശാ ക്ലബ്ബുകളിൽ നിശാസുന്ദരികളുടെ കൂടെ ജീവിതം പങ്കുവെക്കുമ്പോൾ ഓർക്കാൻ പറ്റിയ ആയത്താണ്. കല്യാണത്തലേന്ന് മദ്യപിച്ച് കമ്പനി കൂടി മദ്യപിക്കുന്ന കൂട്ടുകാർക്ക് ഓർക്കാൻ പറ്റിയ ആയത്താണ്. ഇങ്ങനെ എല്ലാവർക്കും ഓർക്കാൻ പറ്റിയ ഒരു ആയത്ത്. ലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം ഫസ്തബഖു സിറാത ഫഅന്നാ യുബ്സിറൂൻ. ഇയാൾ മദ്യപിക്കാൻ പോയതായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ വേശ്യാലയത്തിൽ പോയതായിരുന്നു, അല്ലെങ്കിൽ നിശാ ക്ലബിൽ പോയതായിരുന്നു. അപ്പം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലതമസ്നാ അലാ അയുനിഹിം, അയാളുടെ 2 കണ്ണും തുടച്ചു കളയാൻ നമുക്ക് കഴിയും. അറബി ഭാഷ അറിയുന്ന ഉസ്താദുമാർക്കറിയാം. ത്വംസ് എന്ന് പറഞ്ഞാൽ കണ്ണ് തുടക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ പതുക്കെ തുടക്കുക എന്നല്ല. കണ്ണ് തുടക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് ഇവിടുന്ന് അങ്ങോട്ട് നീക്കിക്കളയാം. ഈ കുഴി പോലും കാണാത്ത രൂപത്തിൽ നെറ്റിത്തട ഒന്നും കൂടെ അങ്ങോട്ട് വീതി കൂട്ടുക എന്നർത്ഥം. നെറ്റിത്തട ഒന്നും കൂടെ വീതി കൂട്ടിയിട്ട് ഈ കുയ്യൊന്നും ഇല്ലാതെ ശരിക്കും നെറ്റി ഒന്നും കൂടെ അങ്ങോട്ട് വിശാലായി എന്ന് കൂട്ടിക്കോ. കണ്ണില്ലാതെ ആയാൽ പിന്നെ എങ്ങനെയാ നിങ്ങൾ നടക്കുക എന്നുള്ളത് ചോദിക്കാം. ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ, ഞാൻ തന്ന വലിയൊരു അനുഗ്രഹമല്ലേ കാഴ്ച. ഞാൻ ആ കാഴ്ച അങ്ങ് നിഷേധിച്ചാൽ അവരവിടുന്ന് മദ്യഷാപ്പിന്ന്, സിനിമാ ഹാളിന്ന്, നിശാ ക്ലബിന്ന് അവരിറങ്ങിയിട്ട് പൊരേക്ക് പോകണല്ലോ. അവർക്ക് പൊരേക്ക് പോകാൻ വേണ്ടി ഫസ്തബഖു സിറാത്ത്, വഴിയിലേക്ക് അവർ മുന്നേറും. അവർ വന്ന വഴിയിലേക്ക് മുന്നേറും, തിരിച്ചു പോകാൻ നോക്കും. പക്ഷേ ഫഅന്നാ യുബ്സിറൂൻ, ഞാൻ കാഴ്ച പിൻവലിച്ചാൽ പിന്നെ അത് കൊടുക്കുന്നവരാരുണ്ട്? റബ്ബ് ചോദിക്കാം. ഞാൻ ആ കാഴ്ച പിൻവലിച്ചാൽ പിന്നെ അത് കൊടുക്കാൻ വേറൊരാൾ വേണ്ടേ? ഇല്ല. ആരാ ഉള്ളത്? അപ്പൊ മനുഷ്യനല്ലേ, നമ്മളല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും കുറയൂലല്ലോ. റബ്ബിനോട് നന്ദി കെട്ട വിഭാഗം അവര് പറയൂ, അതിപ്പോ എന്താ ഈ കണ്ണ് പൊട്ടിച്ചാൽ ഞാൻ തപ്പിപ്പിടിച്ചു പോകും എന്ന് പറഞ്ഞ സംഗതി കഴിഞ്ഞില്ലേ. കണ്ണ് പൊട്ടിച്ചാൽ ഞാൻ തപ്പിപ്പിടിച്ചു പോകും. അന്ധന്മാരുമില്ല ഇവിടെ നടക്കുന്നു. അന്ധന്മാര് നടക്കും പോലെ കണ്ണുള്ള ഒരാൾക്ക് കണ്ണില്ലാതെ നടക്കാൻ കഴിയൂല. അത് മറ്റൊരു സംഗതി. ഇനി പോവട്ടെ. അങ്ങനെ പറയുകയാണെങ്കിൽ അവനതാ ശക്തമായൊരു താക്കീത്. കണ്ട നിങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്വരം. രണ്ടാമത്തെ സ്വരം ശരിക്ക് കേൾക്കാം. വലൗ നശാ. നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉങ്കുണ്ടാകും, ചിലപ്പോ ഒരു ദമ്മുണ്ടാകും, തപ്പിപ്പിടിച്ചൊന്നങ്ങ് നടന്നു നോക്കാം. എന്നാ കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലമസഖ്നാഹും അലാ മകാനതിഹിം, അവരെയൊക്കെ അവരുടെ സ്പോട്ടിലിട്ട് കോലം മറിക്കാൻ നമുക്ക് കഴിയും. ലമസഖ്നാഹും, അവരെ പീഠമാക്കി കോലം മറിക്കാൻ, പ്രസംഗ പീഠാക്കാൻ അള്ളാഹുവിന് കഴിയും. ഇതായി പറഞ്ഞത്. തൂണാക്കാൻ കഴിയും, കല്ലാക്കാൻ കഴിയും, കമ്പിയും സിമന്റുമാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയും. ഒരു പാറക്കല്ലായിട്ടങ്ങ് കുത്തിയിരിപ്പിക്കാൻ എനിക്ക് കഴിയും. വേണ്ടാത്തരത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ ആയത്ത്. വലൗ നശാഉ ലമസഖ്നാഹും, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ കോലം മറിക്കാൻ നമുക്ക് കഴിയും. നിശാസുന്ദരികളുടെ കൂടെ ജീവിതം പങ്കുവെക്കുമ്പോ അവിടെ എങ്ങാനും അള്ളാഹു 2 പേരെയും കല്ലാക്കി അങ്ങ് മറിച്ചിട്ടാൽ ലോകത്തുള്ള മൊത്തം ജനതക്ക് പാഠമാകും. അത് ചിന്തിക്കണം. ആ രൂപത്തിൽ അള്ളാഹുവിന് ചെയ്യാൻ കഴിയും കേട്ടോ. നിങ്ങളെ മാനം കെടുക്കാൻ കഴിയും. പക്ഷേ അള്ളാഹ് ചെയ്യാത്തതിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. ഇത് നിങ്ങളെ കഴിവ് കൊണ്ടാണ്, അള്ളാഹ് ഇല്ല എന്ന് നിങ്ങൾ കരുതി പോകരുത്. അള്ളാഹു കഴിവുകെട്ടവനാണെന്ന് നിങ്ങൾ കരുതി പോകരുത്. അള്ളാഹു നിസ്തുലനായ ദയാലുവായതുകൊണ്ടാ ഇതൊക്കെ വെച്ച് പൊറുപ്പിക്കുന്നത്. പടച്ച റബ്ബ് പറയുന്നു, വലൗ നശാഉ ലമസഖ്നാഹും, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ കോലം മറിച്ചിടാൻ കഴിയും. കോലം മറിച്ചിട്ടാൽ കല്ലോ മരോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഫമസ്തതഉ മുദിയൻ വലാ യർജിഊൻ, മുന്നോട്ട് പോകാനും കഴിയൂല, പിന്നോട്ട് മടങ്ങാനും കഴിയൂല. എവിടെയാ കോലം മറിച്ചിട്ടത് അവിടെ ഇരിക്കേണ്ടി വരും കൂട്ടിപ്പിടിച്ച. ഒന്ന് ചിന്തിച്ചു നോക്ക്, അതിന്റെ ഗതികേട് എത്ര ഉണ്ടാവും. നമ്മളിങ്ങനെ തോന്നിവാസം ചെയ്ത് കമ്പനി അടിച്ച് വേണ്ടാത്തരം ചെയ്യുന്ന സമയത്ത്, മദ്യപിക്കുന്ന സമയത്ത് കുപ്പി ഇങ്ങനെ പൊക്കുമ്പോ, ഗ്ലാസ് ഇങ്ങനെ പൊക്കുമ്പോ അപ്പൊ അള്ളാഹു അങ്ങ് കോലം മറിച്ചിട്ടാൽ എന്തൊരു ഭംഗി ഉണ്ടാവും അത് കാണാനല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്ക്. കഴിയും. അള്ളാഹ് പറയുന്നു, പിന്നെ മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല, വെട്ടിപ്പൊളിച്ച് മാറ്റേണ്ടി വരും. സീറ്റിൽ നിന്ന് പാറയാക്കി മാറ്റാൻ എനിക്ക് കഴിയും. സൂറത്ത് യാസീനിലാ പറഞ്ഞത്, അള്ളാഹുവാ പറഞ്ഞത്. ഇത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അള്ളാഹു ഈ തിന്മകൾ, ഈ പേക്കൂത്തുകൾ കണ്ട് മടുക്കുമ്പോ അവസാന നാളിൽ മസ്ഹുണ്ടാകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഖിയാമത്ത് നാൾ ഉണ്ടാകുമ്പോ
ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത് മസ്റുണ്ടാകും, കോലം മറിക്കലുണ്ടാവും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിൽ പരിചയപ്പെടുത്തിയത് കാണാം. അപ്പൊ നമ്മൾ നല്ലോണം പേടിക്കണം. അല്ലാഹ് പറയുന്നു, വേണം എങ്കിൽ നിങ്ങളെയൊക്കെ പിടികൂടാൻ എനിക്ക് കഴിയും, നിങ്ങളെ എല്ലാവരെയും പിടികൂടാൻ കഴിയും. അപ്പൊ ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ പരിചയപ്പെടുത്തിയത് അതാണ്. നിങ്ങൾക്ക് തുല്യമായ വസ്തുക്കളായി സൃഷ്ടിക്കാനും അല്ല, നിങ്ങൾക്ക് തുല്യമായ വസ്തുക്കൾ, നിങ്ങളെ നശിപ്പിച്ചിട്ട് തുല്യമായ വസ്തുക്കളെ സൃഷ്ടിക്കാനും, നിങ്ങളെ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തുല്യമല്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളാക്കി മാറ്റാനും ഇതിനൊക്കെ അള്ളാഹുവിന് കഴിയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാനായ ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ ആറാടുമ്പം ഈ വാണിങ് എപ്പോഴും മനസ്സിലുണ്ടാവട്ടെ. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, ഉപകാരപ്പെടും. നമ്മൾക്ക് ഇതെപ്പോഴും മനസ്സിലുണ്ടായാൽ ഉപകാരപ്പെടും. അപ്പൊ അള്ളാഹ് പറയുന്നു, ഞാനിപ്പം മരിപ്പിക്കണമെന്ന് കരുതിയാൽ, ഞാനിപ്പം കോലം മറിക്കണമെന്ന് കരുതിയാൽ, നശിപ്പിച്ച് കളയണമെന്ന് കരുതിയാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയൂല കേട്ടോ. വമാ നഹ്നു ബിമസ്ബൂഖീൻ അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. അപ്പോൾ ഇപ്പൊ എന്തായി? നമ്മളാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നത്, നമ്മളാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, ഇനി നമ്മളാണ് നിങ്ങളെ പുനരുത്ഥാനം നൽകുക. അതാണല്ലോ പറയേണ്ടത്. അത് അല്ലാഹു തആല അങ്ങോട്ട് എത്തുകയാണ്. വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ, ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണ്. വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ, തീർച്ചയായിട്ടും ഒന്നാമത്തെ എഴുന്നേൽപ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലേ? നശ്അതൽ ഊലാ, ആദ്യമായിട്ട് നിങ്ങളെ ഉണ്ടാക്കിയത് റബ്ബാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഉണ്ടായി എന്നും ബോധ്യപ്പെട്ടു. ഇനി നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കേസാ. കാരണം നിങ്ങളെ വാപ്പ മരിച്ചിട്ടുണ്ട്, വല്യാപ്പ മരിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ എഴുന്നേൽപ്പ് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഫലൗലാ തദക്കറൂൻ, ഒന്നാമതായി ഉണ്ടാക്കിയവന് രണ്ടാമത് മടക്കി സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ? സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു ചോദിക്കുന്നു, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. സൂറത്തുൽ ഖിയാമ 36 വചനം മുതൽ 40 വചനം വരെ അല്ലാഹു തആല പറഞ്ഞു, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ ധരിക്കുന്നുണ്ടോ, അയ്യുത്രക സുദാ, അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ വിടും? ഒരു ലക്ഷ്യത്തോടു കൂടി സൃഷ്ടിച്ചവനാ മനുഷ്യൻ. വെറുതെ വിടുന്ന് കരുതിയോ? എന്നോട് നന്ദി കേട്ട അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? ഇതൊക്കെ കൊടുത്ത് അതൊക്കെ സുഖമായിട്ട് അനുഭവിച്ച് എന്റെ മുഖത്ത് ചവിട്ടേ മനുഷ്യനെ വെറുതെ വിടുമെന്ന് കരുതിയോ? അവൻ ആരായിരുന്നു? അല്ലാഹു ചോദിക്കാണ്, അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ, ഇവൻ ആരാണ്? തള്ളി തള്ളി പുറപ്പെടുന്ന ബീജജലത്തിന്റെ കണമായിരുന്നില്ലേ ഇവൻ? ബീജജലത്തിന്റെ കണികയായിരുന്നില്ലേ ഇവൻ? നുതുഫതൻ, അലം യകുനു തുഫതൻ, ഒരു ബീജകണമായിരുന്നില്ലേ അവൻ? നുതുഫതൻ, ഒരു കണം. അതാണല്ലോ കുഞ്ഞാകുന്നത്. എക്സോ വയ്യോ ആയ ക്രോമസോമുകൾ, അതൊന്നാണ് ആൺകുഞ്ഞും പെൺകുഞ്ഞുമായി മാറുന്നത്. അതാണ് സാധനം. രണ്ടും പുരുഷന്റേതിലാണ്. പെൺകുട്ടികൾ ഉണ്ടാകുന്നില്ല, ആൺകുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയും പറഞ്ഞ് പെണ്ണിനെ കാര്യം തീർത്തത് കൊണ്ട് സംഗതി നടക്കൂല. ആണിന്റെ ബീജത്തിലാണ് കുഞ്ഞാണാകാനും പെണ്ണാകാനും ഒക്കെ ഉള്ള ഘടകമുള്ളത്. രണ്ടും അവിടെയാണ്. അത് ഹദീസുകൾ വായിക്കുമ്പോഴും ആഴത്തിൽ വായിക്കുകയാണെങ്കിൽ നമുക്കത് ബോധ്യപ്പെടും. അപ്പൊ ആ വഴിക്ക് നീങ്ങിയാൽ സമയം നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ്. അപ്പൊ എന്തേ പറഞ്ഞു വന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അലം യകുനു തുഫതൻ, അവൻ ഒരു ബീജകണായിരുന്നില്ലേ? ഒരൊറ്റ പ്രാവശ്യം സ്ഖലിക്കുന്ന ബീജത്തുള്ളിയിൽ ഒരൊറ്റ തുള്ളി ബീജമെടുത്താൽ അതിൽ ലക്ഷക്കണക്കിന് അണുക്കളുണ്ട് എന്നാണ്. ആ ബീജാണുക്കളിൽ ഒരണുവായിരുന്നില്ലേ അവൻ? നമ്മുടെ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത വളരെ സൂക്ഷ്മമായ ഒരു ബീജാണു. ആ ബീജാണുവാണ്. പിന്നെ അവൻ എന്തായി? സുമ്മക്കാന അലഖതൻ, പിന്നെ അവൻ അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന രക്തപിണ്ഡമായി മാറി. ആ രക്തപിണ്ഡം അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്നതാണ്. അതാണ് ഇന്നത്തെ ആധുനിക ഡോക്ടർമാർ അതേക്കുറിച്ച് പറഞ്ഞത്. ഖുർആനിന്റെ ആ പ്രയോഗമൊക്കെ നോക്ക്. അലഖ് എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ് അതിന്റെ അർത്ഥം. അലിഖ, ഒട്ടിപ്പിടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അലഖത്തൻ, ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയിൽ മനിയ് ബീജഗണം അങ്ങോട്ട് മാറിയിട്ട്
അത് ശരിക്ക് മാറിയതിന്റെ ശേഷം പിന്നീട് അതിന് രൂപമാറ്റം കൊടുങ്ങുന്നത്, രണ്ടാമത് രൂപമാറ്റം കൊടുങ്ങുന്നത് ശരിക്ക് രക്തക്കട്ടയായിട്ടാണ്. അതും ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ട. ഈ ഉമ്മ എഴുന്നേൽക്കും, ചാടും, ഓടും, വീട്ടുജോലികൾ ചെയ്യും, ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും കൊഴിഞ്ഞു പോകാത്ത രൂപത്തിൽ ഭ്രൂണത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഈ രക്തക്കട്ട രക്തപിണ്ഡമാണ്. അങ്ങനെ അവനെ സൃഷ്ടിച്ചു. രക്തപിണ്ഡമായതിന്റെ ശേഷം പിന്നെ മാംസകഷ്ണമാക്കി. അത് സൂറത്തുൽ മുഅ്മിനൂനയിൽ അല്ലാഹു പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ആ മാംസകഷ്ണമാക്കിയതിന്റെ ശേഷം പിന്നീട് എല്ലുകൾ ഏത് ചെയ്തു, ശരിക്ക് ടൈറ്റാക്കി എല്ലുകൾ നൽകി. അതിന് ആ എല്ലുകളിൽ മാംസം പൊതിഞ്ഞു. അങ്ങനെയാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ മനുഷ്യനെ നാം ഭംഗിയുള്ള രൂപത്തിൽ സൃഷ്ടിച്ചെടുത്ത് ഭംഗിയുള്ള മോഡലിൽ എല്ലാം സമമാക്കിയെടുത്തു. 2 കൈയും ഒരേ നീളം, 2 കാലും ഒരേ നീളം, 2 കണ്ണുകൾ ഒരേ വലിപ്പോ, നല്ല ഭംഗിയുള്ള രൂപത്തിൽ അവനെ എടുത്തു. എല്ലാം നേരെയാക്കേണ്ടതൊക്കെ നേരെയാക്കി, സമപ്പെടുത്തേണ്ടതൊക്കെ സമപ്പെടുത്തി. ഫസവ്വ എന്ന് പറഞ്ഞതിന് വലിയ വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയടിക്ക് ഒന്ന് പറഞ്ഞത് മാത്രം. ഫജഅല മിൻഹു സൗജൈനി അദ്ദകറ വൽ ഉൻസാ. എന്നിട്ട് അതിൽ നിന്നാണ് അവന് 2 ഇണകളെ നൽകിയത്, ആണും പെണ്ണുമായ ഇണകളെ നൽകിയത്, മക്കളെ നൽകിയത് അവിടെ നിന്നാണ്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹിയൽ മൗതാ. ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്ന് വട്ടപൂജത്തിൽ നിന്ന് ബീജഗണമാക്കി, ആ ബീജഗണം രക്തപിണ്ഡമാക്കി, ആ രക്തപിണ്ഡം മാംസകഷ്ണമാക്കി, ആ മാംസകഷ്ണം ഇങ്ങനെ എല്ലാക്കി, അങ്ങനെ നിങ്ങൾക്ക് ഈ മാംസവും എല്ലുമൊക്കെ, മാംസവും രക്തവും ഒക്കെ പൊതിഞ്ഞു തന്ന നിങ്ങളെ ഉണ്ടാക്കിയ റബ്ബ്. അലൈസ ദാലിക, ഈ റബ്ബല്ലേ ബിഖാദിരിൻ, കഴിവുള്ളവനല്ലേ, അലാ അൻ യുഹ്യിയൽ മൗതാ, അലാ അൻ യുഹ്യിയൽ മൗതാ, മരിച്ചവരെ ഹയാത്താക്കാൻ കഴിവുള്ളവനല്ലയോ റബ്ബൻ. ബലാ വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ. ഈ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ അങ്ങനെ മറുപടി പറയൽ സുന്നത്താണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അല്ലാഹു അതിന് കഴിവുള്ളവനല്ലേ. ബലാ, അതെ. വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ, അതെ, നീ അതിന് കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളിൽ ഒരു മെമ്പറാണ് റബ്ബേ ഞാൻ. അതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാധുവായ മെമ്പറാണ് ഞാൻ. പറയൽ സുന്നത്തുണ്ട്.